എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്, പക്ക ഒരു ഹോംലി വ്ളോഗാണ്. ഇന്നലെ രാത്രിയെ ഇന്ന് പെരുന്നാളാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ മോർണിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അത്രയ്ക്ക് വെളുപ്പിനെയൊന്നും ഞാൻ എണീറ്റിട്ടില്ല, ഒരു 6 മണിക്കായിരുന്നു. നോർമലി നമ്മൾ ഫ്രൈഡേസ് എപ്പോഴും ക്ലീനിങ് കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ തേഴ്സ്ഡേസ് ഇങ്ങനെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇന്നലത്തെ എൻ്റെ കുറച്ച് തിരക്കുകൾ കൊണ്ടിട്ട് എനിക്ക് ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഉമ്മിച്ചിക്കാണെങ്കിലും അത്യാവശ്യം റഷ് ആയിരുന്നു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപടി തന്നെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. അപ്പൊ ഉമ്മിച്ചിയാണ് നമ്മുടെ രാവിലത്തെ കുക്കിംഗ് പരിപാടികളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ഉമ്മിച്ചി ഇവിടെ ബീഫ് കറി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ പിള്ളേർ എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നതും തുടക്കുന്നതെല്ലാം. പിന്നെ ഉമ്മിച്ചി യൂട്യൂബിൽ എന്തോ വീഡിയോ കണ്ടിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഞാൻ അടിച്ചു വാരി തുടക്കുന്ന സമയത്ത് വീടിന്റെ അകത്ത് ആരും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാറുള്ളത്. ഈ ചവിട്ടി കയറാ ഇടയിൽ അതെനിക്കൊന്നും വലിയ താല്പര്യമില്ല. നമ്മുടെ മക്കൾ എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ ആ റൂമിലേക്ക് പ്രവേശനമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള ഭാഗം വേഗം തന്നെ അങ്ങോട്ട് തുടച്ചെടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ റീസെന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫിനോലിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ലാവൻഡർ ഫ്ലേവർ ആണ്. ഞാനപ്പോൾ തുടക്കുന്ന വെള്ളത്തിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി അത് ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. അപ്പോൾ വീട് മൊത്തം നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരുന്നേ. നമ്മുടെ ഇവിടെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി മുതലേ മൈലാഞ്ചിടൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇന്നിപ്പോ രാവിലെ ആയിട്ട് ഇവരെ മൈലാഞ്ചിടൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്റ്റെൻസിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവർ മൈലാഞ്ചിടുന്നത്. അപ്പൊ ഉമ്മിച്ചിക്ക് രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് നേരെ വന്ന പണിയായിരുന്നു, ഞാൻ നേരെ അത് ഉമ്മിച്ചിക്ക് വെച്ചു കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്റെ തുടക്കൽ ഇവിടെ കഴിയില്ല. പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാര്യം നമ്മുടെ മക്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളി പോണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ദേ വാപ്പിച്ച് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളി പോകാനായിട്ട് നിൽക്കാണ്. അപ്പൊ വീഡിയോ കണ്ടതിന്റെ ചിരിയാണ് കേട്ടോ, കാര്യം ക്യാമറ കാണുമ്പോൾ ഇവരൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പുഷ് ചെയ്യാറില്ല കേട്ടോ വീഡിയോയിലേക്ക് വരാനായിട്ട്. പിന്നെ ചെറിയ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇതുപോലെ കിട്ടുമ്പോൾ ഞാൻ അതൊക്കെ ആഡ് ചെയ്യാറുണ്ട്, കാര്യം എനിക്ക് അതൊരു മെമ്മറി ആണല്ലോ. പിന്നെ ദേ ഇക്കാക്കെ ഹയാസും പള്ളി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഹയാസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇവനിക്ക് ഓൾറെഡി ഒരു ഷർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഷർട്ട് വേണ്ട, ഈ ഒരു ടീഷർട്ട് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ BMW കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇക്കാക്ക് ഷർട്ടൊക്കെ അയൺ ചെയ്ത് പിന്നെ അതേ ചെക്കനും ഇക്കാക്കയും കൂടിയും സ്പ്രേ ഒക്കെ അടിക്കാണ് കേട്ടോ. നല്ല സുഗന്ധം പരത്തിയിട്ടാണ് ഇന്ന് രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോകുന്നത്. വീഡിയോക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് കേട്ടോ പറഞ്ഞത് പുറത്തിറങ്ങിയെന്നൊന്ന് സ്പ്രേ അടിക്കുമെന്ന് ചോദിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സനയും ആലിയൊക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ സനയുടെ ആ ഷോളുമേന്ന് പ്രൈസ് ടാഗ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്ക് അതാണ് കേട്ടോ ആ പൊട്ടിച്ച് കളയുന്നത്. ഹയാസ് ആണെന്നുണ്ടെങ്കിൽ ദീദിയും ആലിയും കൂടെ പോകാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഉഷാറിലിരിക്കാണ് കേട്ടോ. പിന്നെ ഹയാസിന്റെ ആ ഒരു നമ്മുടെ പൊട്ടിയ ഭാഗം ഉണ്ടായിരുന്നല്ലോ തലയുടെ, അതിന് ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മരുന്ന് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി തുറന്നിടാം, തലയൊക്കെ കുളിപ്പിച്ചോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ദേ മക്കളും ഇക്കാക്കയും കൂടി നേരെ പള്ളിയിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഇവർ പോയി വരുമ്പോഴേക്കും ഞാനും ഹംനയും കുളിച്ച് റെഡിയായി നിൽക്കണം. അവർ പള്ളിയിലേക്ക് പോയതിൻ്റെ പിന്നാലെ ഞാൻ ആദ്യം തന്നെ ഹംനാനെയാണ് കേട്ടോ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹംനയുടെ മിഡിയും ടോപ്പും ഇതാണ്. ആ ഷർട്ട് ഉണ്ടല്ലോ മിടിക്ക് പുറത്തേക്ക് ഇട്ടപ്പോൾ കുറച്ച് ഓവർ സൈസ് പോലെ തോന്നി, അപ്പോൾ ഞാനതൊന്ന് ഇൻ ചെയ്തിട്ടതാണ് കേട്ടോ. അങ്ങനെ ദേ പള്ളിയിലൊക്കെ പോയി എല്ലാവരും വന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് കറിയും തേങ്ങാപ്പാലും ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇവർ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹയാസ് കഴിക്കുന്നത് അപ്പമാണ് കേട്ടോ. ഹയാസിന്റെ പത്തിരി വേണ്ടാന്ന് പറഞ്ഞു ഉമ്മിച്ചി അപ്പം ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പമാണ് ഹയാസ് കഴിക്കുന്നത്. അപ്പവും ബീഫിന്റെ ഗ്രേവിയും കൂടിയാണ്. ഹംനാക്കും ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹംനയുടെ കണ്ണ് മുഴുവനും അപ്പുറത്തെ പ്ലേറ്റുകളിലേക്കാണ് കേട്ടോ. അവരെന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാ പെരുന്നാളിനും ഇവിടെ പതിവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടുകളിൽ വിസിറ്റ് ചെയ്യും, അതുപോലെ വിഷ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം, നമ്മുടെ ഏറ്റവും വലിയ ഇരയായിരുന്നു നമ്മുടെ അൽത്താഫ്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇതേ തറവാട്ടിലേക്ക് വന്നു. എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോയിലുള്ളത് വാപ്പിച്ചിയുടെ ഉമ്മയുണ്ട്, വാപ്പിച്ചിയുടെ ജ്യേഷ്ഠന്റെയും അനിയന്റെയും വാപ്പിച്ചിയുടെയും ഫാമിലിയിലുള്ള എല്ലാവരുമാണ് കേട്ടോ. അതായത് മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഉള്ളത്. പിന്നെ എല്ലാവരും കൂടി കുറച്ചധികം നേരം തറവാട്ടിലിരുന്ന് വർത്താനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് കയറി, കാര്യം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് പരിപാടികളൊക്കെ നോക്കണമല്ലോ. അപ്പം ഞാൻ വീട്ടിൽ വന്ന പാടെ ഞാൻ വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റി വേറൊരു ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ഇതും പുതിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഏപ്രണും കൂടി എടുത്ത് കെട്ടിയിട്ടുണ്ട്, കാര്യം പാത്രമൊക്കെ കഴിയുമ്പോൾ പുത്തൻ ഡ്രസ്സല്ലേ പെട്ടെന്ന് തന്നെ അഴുക്കാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കലത്തേക്ക് നമ്മൾ മന്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉമ്മിച്ചിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ട്രോളുന്നുണ്ട്. ഞാനും ഇക്കാക്കയോട്, ഇക്കാക്കയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ ഹംനയും അതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. ഹയാസ് എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്നിട്ട്
TV കാണുകയാണോ അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ടുണ്ടാവും. അതിലെന്തോ പരിപാടിയാണ്. അപ്പോൾ മന്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പ പരിപാടിയാണല്ലോ, കാര്യമായിട്ട് വലിയ മെനക്കേടൊന്നുമില്ല. അപ്പോൾ ഉമ്മിച്ചി ദേ ഇവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ഹംന വന്നപ്പോൾ ഹംനക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹംന ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഹംനയുടെ ആണെങ്കിൽ ഇത് 3ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഹംന ഇപ്പോൾ 3ാമത്തെ പുതിയ ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം 3ാമത്തെ ആയിട്ടുണ്ട്. കാര്യം മുന്നേറ്റ് 2 ഞാൻ നേരെ തന്നെ ഉരു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചീത്താക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഉമ്മിച്ച് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മാറിയുന്നതാണ്. പിന്നെ ഇക്കാക കൈയോട് പിടിച്ചത് വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറ കണ്ടാലും ഓടുന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മിച്ച് അപ്പുറത്ത് ചോറ് വേവിക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ജുമാക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കയും ഹയാസും കൂടി പോകാനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും നമ്മുടെ മന്തിയും കൂടി റെഡിയാക്കി വെക്കണം കേട്ടോ. കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഇനി ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ മന്തിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും, ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ. പിന്നെ ഇവർ പോയി വരുമ്പോഴേക്കും സെറ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇവർ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവർ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, നമ്മുടെ മന്തി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് വേഗം തന്നെ വീട്ടിലത്തേക്കുള്ള യൂണിഫോമിലേക്ക് മാറിയിട്ടുണ്ട്. നേരെ ഇക്കാക്ക മന്തി സെർവ് ചെയ്യാനായിട്ട് പോകാണ് കേട്ടോ. ഉമ്മിച്ച് അവിടെ പപ്പടം വറുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മന്തി പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത്തവണ ഞാൻ വലിയ കളർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ഒത്തന്റിക് സ്റ്റൈലിലേക്കാണ് വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസും മിന്റ് ചട്നിയും പിന്നെ കുക്കുംബറൊക്കെ കട്ട് ചെയ്തും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. മന്തി കാണാൻ എങ്ങനെയുണ്ട് ലുക്കിൽ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞങ്ങൾ അൽഹംദുലില്ലാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാണ്. അപ്പോൾ ഹംനില്ല കേട്ടോ, ഹംനി സമയപ്പോഴേക്കും നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൂഡ് അവളുടെ എന്തായാലും അത്ര സെറ്റ് ആവില്ല. അതുകൊണ്ട് വിളിച്ചെഴുന്നേപ്പിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാമല്ലോ അന്നോർത്താണ്. ഹയാസിന് പിന്നെ ഈ വക ഐറ്റംസിനോട് കുറച്ചുകൂടി താല്പര്യം കൂടുതലാണ് കേട്ടോ. കാര്യം മയോണൈസ് ഒക്കെ ഉള്ള സാധനങ്ങൾ ഹയാസിന് കഴിക്കാനായിട്ട് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മുടെ ഹയാസും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളുടെ ഈ ഒരു ചെറിയ പെരുന്നാള് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പെരുന്നാളിന്റെ അത് വീട്ടിൽ പോവാതെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ പോകാതെ വരുന്നല്ലാണ്ട് ഉമ്മിച്ചിയുടെ സിസ്റ്ററിന്റെ ഫാമിലിയുടെ കൂടെയാണ് ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഉമ്മിച്ചി നാളെ വരും. അപ്പൊ ഞങ്ങള് നാളെ പോവാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അത്യാവശ്യം റിലേറ്റീവ്സ് ഒക്കെ വന്ന് അങ്ങനെ അവരെയൊക്കെ കണ്ട് ഹായ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകാനാണ് പതിവ്. അഭിപ്രായം അങ്ങനെയില്ല. അപ്പൊ നമ്മൾ വൈകുന്നേരം അന്ന് എവിടെയെങ്കിലും പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാലത്ത് പറഞ്ഞവർക്ക് പിള്ളേരായിട്ട് എവിടെയെങ്കിലും അടുത്ത് നിയർ ബൈ ഒരു പാർക്കിലോ എവിടെയെങ്കിലൊക്കെ പോകാന്നുള്ളത്. അപ്പൊ അതൊട്ടും കൺഫേം അല്ല. അപ്പൊ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പെരുന്നാൾ വ്ലോഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പൊ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇൻഷാല്ലാ അടുത്തൊരു വ്ലോഗിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് ആൻഡ്